വാർത്തകളിലേക്ക്. എറണാകുളം മുളന്തുരുത്തിയിൽ മർദ്ദനമേറ്റ് ചികിത്സയിലായിരുന്നയാൾ മരിച്ചു. കാഞ്ഞിരമറ്റം ആമ്പല്ലൂർ സ്വദേശി ഹനീഫയാണ് മരിച്ചത്. പുതുവർഷ രാത്രിയിൽ വാഹനം തട്ടിയതുമായി ബന്ധപ്പെട്ട തർക്കമായിരുന്നു മർദ്ദനത്തിൽ കലാശിച്ചത്. മർദ്ദിക്കുന്നതിൻ്റെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പോൾ വിവരങ്ങളുമായി തിയോഫിൻ ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. പുതുവർഷത്തിൻ്റെ അന്നാണ് രാത്രി, പുതുവർഷം പുലരുന്നതിന് തൊട്ട് മുമ്പുള്ള രാത്രിയിലായിരുന്നു അത്തരത്തിൽ ഒരു തർക്കവും മർദ്ദനവും ഒക്കെ സംഭവിക്കുന്നത്. അതിൻ്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വരുന്നു. അതുമാത്രമല്ല, മർദ്ദനമേറ്റ് ചികിത്സയിലിരിക്കുകയാണ് ഇപ്പോൾ മർദ്ദനമേറ്റ ആൾ, മരിച്ച ഹനീഫ മരിച്ചിരിക്കുന്നത്. ഏറ്റവും വിവരങ്ങളുമായി തിയോഫിനാണ് ചേരുന്നത്. തിയോഫിൻ, എന്തൊക്കെയാണ് ഇതിൻ്റെ വിവരങ്ങൾ? മാത്രമല്ല, ഈ മർദ്ദിച്ച ആൾ ഇപ്പോൾ എവിടെയാണ്, പിടികൂടിയിട്ടുണ്ടോ അടക്കമുള്ള വിശദാംശം? അജിംഷാദ്, ഈ പുതുവർഷ ദിനത്തിൽ രാത്രിയാണ് ഒരു 11:30 കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. എറണാകുളം മുളന്തുരുത്തിയിലാണ് സംഭവം. മുളന്തുരുത്തിയിൽ കാഞ്ഞിരമറ്റം പള്ളിയുടെ മുന്നിലാണ് ഒരാൾ വാഹനം പാർക്ക് ചെയ്തിരുന്നു. ഷിബു എന്ന ആളാണെന്നാണ് പറയുന്നത്. ഇയാളുടെ വാഹനത്തിന് പിന്നിൽ ഹനീഫ ഓടിച്ചു വന്ന കാർ ഇടിക്കുകയായിരുന്നു. ഈ സംഭവത്തെ തുടർന്ന് ഹനീഫയോട് ഇയാൾ തട്ടിക്കയറുകയും കൈകൊണ്ട് മർദ്ദിക്കുകയും ചെയ്തു. മർദ്ദനമേറ്റ ഹനീഫ റോഡിൽ തലയടിച്ചു വീണു. തലയോട്ടി ഉൾപ്പെടെ പൊട്ടി തലച്ചോറിൽ രക്തസ്രാവം ഉണ്ടാവുകയും ചെയ്തു. അങ്ങനെ ചികിത്സയിൽ ഇരിക്കുന്നതിനിടയിലാണ് ഇന്ന് രാവിലെ ഹനീഫ മരണമടയുന്നത്. ഷിബു എന്ന ആൾ ഈ സംഭവം ഉണ്ടായതിനു ശേഷം ഒളിവിൽ പോയിരിക്കുകയാണ്. ഇയാളെ കിട്ടിയിട്ടില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിൽ ഇരിക്കുന്നതിനിടെയാണ് ഹനീഫ മരണമടഞ്ഞത്. ഹനീഫയുടെ ഒരു ബന്ധു ഇതുമായി ബന്ധപ്പെട്ട് അന്ന് രാത്രി തന്നെ മുളന്തുരുത്തി പോലീസിൽ പരാതി നൽകുകയും പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു. പോലീസ് പ്രതിക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ശരി, തിയോഫിനാണ് വിവരങ്ങൾ, വിശദാംശങ്ങൾ നൽകി.